Question paper revision, chapter 11, thermal properties of matter, part 1. 2020 മാർച്ച് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. Temperature is the degree of hotness of a body. Temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature in Celsius scale? അതായത് ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റണം. നമുക്ക് അവയെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. C/100 is equal to F minus 32/180. ഇതില് എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 98.6 ആണ് സിയുടെ വാല്യൂ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് C is equal to നമുക്ക് എന്ത് കിട്ടി? F minus 32/180 into 100. ഈ 100 നേരെ മുകളിലേക്ക് വന്നു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിന്റെ വാല്യൂ 98.6 minus 32/180 into 100. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 37 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. Define latent heat. It is the heat required for change of phase of unit mass of substance without change in temperature. Temperature change ഇല്ലാതെ യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസിന് ചേഞ്ച് ഓഫ് ഫേസിന് ആവശ്യമായിട്ടുള്ള ഹീറ്റ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാറ്റന്റ് ഹീറ്റ്. Why a brass tumbler feel more colder than a wooden tray on a chilly day? ഒരു തണുത്ത ദിവസം ഗ്ലാസ് ടംബ്ലറിന് കൂടുതൽ തണുപ്പ് അനുഭവപ്പെടും. ആരേക്കാൾ? വുഡൻ ട്രേനേക്കാൾ. എന്താ കാരണം? തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് ബ്രാസ് ഈസ് ഗ്രേറ്റർ. ബ്രാസിന്റെ തെർമൽ കണ്ടക്ടിവിറ്റി ഗ്രേറ്റർ ആണ്. ബ്രാസ് ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് വുഡ് ഈസ് എ ബാഡ് കണ്ടക്ടർ ഓഫ് ഹീറ്റ്. ബ്രാസ് ഒരു ഹീറ്റിന്റെ ഗുഡ് കണ്ടക്ടർ ആണ്, എന്നാൽ വുഡ് അങ്ങനെയല്ല, ബാഡ് കണ്ടക്ടർ ആണ്. അടുത്തത് 2019 ഇംപ്രൂവ്മെന്റ് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. എ ബോഡി കൂൾസ് ഫ്രം 80 degree centigrade to 50 degree centigrade in 5 minutes. ഇപ്പോൾ ഒരു ബോഡി 80 ഡിഗ്രി സെന്റിഗ്രേഡ് നിന്ന് 50 ഡിഗ്രി ആവാൻ 5 മിനിറ്റ് ആണ് എടുക്കുന്നത്. കാൽക്കുലേറ്റ് ദ ടൈം ടേക്കൺ ടു കൂൾ ഫ്രം 60 ഡിഗ്രി ടു 30 ഡിഗ്രി. 60 ഡിഗ്രിയിൽ നിന്ന് അത് 30 ഡിഗ്രി ആവാൻ എത്ര സമയമാണ് എടുക്കുന്നത്? ദ ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ഈസ് 20 ഡിഗ്രി സെന്റിഗ്രേഡ്. സറൗണ്ടിങ്സിന്റെ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 ഡിഗ്രി സെന്റിഗ്രേഡ്. നമുക്കിതറിയാം. റേറ്റ് ഓഫ് കൂളിംഗ് dq/dt proportional to T1 plus T2/2 minus Ts ആണ്. അപ്പൊ ഫസ്റ്റ് കേസ് നമ്മൾ എടുക്കുന്നു. എത്രയാണ്? 80യിൽ നിന്ന് 50 ആവുന്നു 5 മിനിറ്റ്സിൽ. ആ കേസ് എടുക്കുന്ന സമയത്ത് റേറ്റ് ഓഫ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുക ഏതാണ്? 80 മൈനസ് 50 ഡിവൈഡഡ് ബൈ ടൈം ആണ്. ടൈം എത്ര വരുന്നത്? 5 മിനിറ്റ് ആണ്. അതിന് സെക്കൻഡിലേക്ക് ആക്കി 5 into 60 proportional to T1 plus T2/2 എന്ന് പറഞ്ഞാൽ ഈ 80 plus 50/2 മൈനസ് ടെമ്പറേച്ചർ ഓഫ് ദി സറൗണ്ടിങ് ആണ്. എത്രയാണ് വരുന്നത്? 20 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 0.1 പ്രൊപ്പോർഷണൽ ടു 45. അതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. ഇനി രണ്ടാമത്തെ കേസ് എടുക്കുന്ന സമയത്ത് എന്താ നമുക്ക് വരുന്നത്? 60 നിന്ന് 30 ആവുകയാണ്. അപ്പൊ 60 മൈനസ് 30 ബൈ ടൈം ടി പ്രൊപ്പോർഷണൽ ടു 60 പ്ലസ് 30/2 മൈനസ് 20. 20 എന്ന് പറഞ്ഞാൽ സറൗണ്ടിങ്ങിന്റെ ടെമ്പറേച്ചർ. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്? 30/t proportional to 25. ഇനി 1/2 ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 0.1 ഡിവൈഡഡ് ബൈ 30/t is equal to 45/25. ടി നേരെ മുകളിലേക്ക് വന്നു. അപ്പൊ നമുക്ക് 0.1t ഡിവൈഡഡ് ബൈ 30 is equal to 45/25 കിട്ടി. ഇതിൽ നിന്ന് ടിയുടെ വാല്യൂ കിട്ടി 30 into 45 ഡിവൈഡഡ് ബൈ 0.1 into 25. അപ്പൊ നമുക്ക് കിട്ടുന്നത് 540 seconds ആണ്. അടുത്തത്, which among the following possess highest specific heat capacity? താഴെ കൊടുത്തിട്ടുള്ളതിൽ ഏതിനാണ് ഹയസ്റ്റ് സ്പെസിഫിക് കപ്പാസിറ്റി എന്നുള്ളത്? വാട്ടറിനാണ് ഹയസ്റ്റ് സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളത്. 2019 മാർച്ച് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് സബ്ലിമേഷൻ? റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ എ സബ്ലൈം മെറ്റീരിയൽ. എന്താണ് സബ്ലിമേഷൻ? എക്സാമ്പിൾ എഴുതാൻ. The process of change in phase from solid to gaseous directly. Solid നേരെ ഗ്യാസ് ആയി മാറുന്ന പ്രോസസ്സിനെയാണ് സബ്ലിമേഷൻ എന്ന് പറയാ. സബ്ലിമേഷൻ കാണിക്കുന്ന മെറ്റീരിയൽസ് ആണ് കാംഫർ, നാഫ്തലിനും. Draw the graph showing variation of volume of given mass of water with temperature from 0 degree centigrade. അപ്പോൾ വോളിയം ടെമ്പറേച്ചറും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് വാട്ടറിന്റെ. ഇൻ ദ ഗ്രാഫ് മാർക്ക് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് വാട്ടർ ഹാസ് മാക്സിമം ഡെൻസിറ്റി. ആ ഗ്രാഫ് വരച്ചിട്ട് വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്ന ടെമ്പറേച്ചർ മാർക്ക് ചെയ്യാം. ഇതാണ് ഗ്രാഫ് വരുന്നത്. ഈ ഗ്രാഫിൽ നമുക്കറിയാം എക്സ് ആക്സിസിൽ ടെമ്പറേച്ചർ ആണ്, വൈ ആക്സിസിൽ വോളിയം ആണ്. ഇവിടെ ഈ ഒരു പോയിന്റിലാണ് എന്ത് വരുന്നത്?
വോളിയം ഏറ്റവും കുറവ് വരുന്നത് അവിടെയാണ് നമുക്ക് മാക്സിമം ഡെൻസിറ്റി കിട്ടുന്നത്. അപ്പോൾ ആ മാക്സിമം ഡെൻസിറ്റി കിട്ടുന്ന പോയിന്റ് ആരോ മാർക്ക് ഉപയോഗിച്ച് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് എത്ര ഡിഗ്രിയാണ്? 4 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. 2020 മാർച്ച് 4 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്. ടെമ്പറേച്ചർ ഇസ് ദ ഡിഗ്രി ഓഫ് ഹോട്ട്നെസ് ഓഫ് എ ബോഡി. Temperature of a normal human body is 98.6 degree Fahrenheit. What is the corresponding temperature in Celsius scale? അതായത് ഫാരൻഹീറ്റിനെ സെൽഷ്യസ് സ്കെയിലിലേക്ക് മാറ്റണം. നമുക്ക് അവയെ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അറിയാം. C/100 is equal to F minus 32/180. ഇതിൽ എഫിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ്? 98.6 ആണ് സിയുടെ വാല്യൂ കാണുന്നത്. അപ്പൊ ഇതിൽ നിന്ന് C is equal to നമുക്ക് എന്ത് കിട്ടി? F minus 32/180 into 100. ഈ 100 നേരെ മുകളിലേക്ക് വന്നു. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അടുത്തത് ഷോ ദാറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ ഈസ് thrice its coefficient of linear expansion. അപ്പോൾ ലീനിയർ എക്സ്പാൻഷന്റെ 3 ടൈംസ് ആണ് കോഎഫിഷ്യന്റ് ഓഫ് വോളിയം എക്സ്പാൻഷൻ എന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ലീനിയർ എക്സ്പാൻഷന്റെ ഫോർമുല എഴുതി ΔL/L into ΔT ആണ്. അതുപോലെ തന്നെ വോളിയം എക്സ്പാൻഷൻ ΔV/V into ΔT ആണ്. ഇനി നമ്മൾ പറയുന്നു ഫോർ എ ക്യൂബ് ഓഫ് സൈഡ് L ഫോർ എ ടെമ്പറേച്ചർ ഇൻക്രീസ് ഓഫ് ΔT ചേഞ്ച് ഇൻ ലെങ്ത് ഈസ് ΔL. ഒരു ക്യൂബിന്റെ സൈഡ് L ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിന്റെ DT ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ലെങ്ത്തിൽ ഉണ്ടാവുന്ന ചേഞ്ച് ΔL ആണ്. അപ്പൊ ചേഞ്ച് ഇൻ വോളിയം എന്തായിരിക്കും? L plus ΔL ഹോൾ ക്യൂബ് ആണ് ന്യൂ വോളിയം, മൈനസ് നേരത്തെ ഉണ്ടായിരുന്ന വോളിയം എത്രയാണ്? L ക്യൂബ് ആണ്. ഇനി L plus ΔL ഹോൾ ക്യൂബിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് L ക്യൂബ് പ്ലസ് 3L സ്ക്വയർ ΔL പ്ലസ് 3L into ΔL സ്ക്വയർ പ്ലസ് ΔL ക്യൂബ് മൈനസ് L ക്യൂബ്. അപ്പൊ ഇവിടെ മൈനസ് L ക്യൂബ് കട്ട് ചെയ്ത് പോകും. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ രണ്ട് ടേമുകൾ 3L into ΔL സ്ക്വയറും ΔL ക്യൂബും സ്മോൾ ആയതുകൊണ്ട്, അതായത് ΔLന്റെ വാല്യൂ സ്മോൾ ആണ്, അപ്പൊ അതിന്റെ സ്ക്വയറും ക്യൂബും സ്മോൾ ആവും. അതിലും ഈ രണ്ട് ടേമിനെ നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് 3L സ്ക്വയർ into ΔL ആണ്. ഏതിന്റെ വാല്യൂ? ചേഞ്ച് ഇൻ വോളിയത്തിന്റെ വാല്യൂ. ഇനി നമ്മൾ ആൽഫ വിയുടെ വാല്യൂ കൊടുക്കുകയാണ്. ആൽഫ വിയുടെ വാല്യൂ ഏതാണ്? ΔV/V into ΔT ആണ്. ΔVയുടെ വാല്യൂ ആണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 3L സ്ക്വയർ into ΔL ഡിവൈഡഡ് ബൈ വോളിയം. ഒറിജിനൽ വോളിയം എന്ന് പറഞ്ഞാൽ എത്രയാണ്? L ക്യൂബ് ആണ് ഇൻറ്റു ΔT. അപ്പോൾ ഇവിടെ L സ്ക്വയർ L ക്യൂബിലെ സ്ക്വയറും പോവും. അപ്പോൾ നമുക്ക് 3 into ΔL/L into ΔT ആണ്. ഇവിടെ ΔL/L into ΔT എന്തിന് ഈക്വൽ ആണ്? ആൽഫ എല്ലിന് ഈക്വൽ ആണ്. അപ്പോൾ ΔL/L into ΔTക്ക് പകരം ആൽഫ എൽ കൊടുക്കുന്നു. നമുക്ക് എന്ത് കിട്ടി? ആൽഫ V is equal to 3 into ആൽഫ എൽ. അടുത്തത് 2018 മാർച്ച് 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ. When 0.15 kilogram of ice at 0 degree centigrade is mixed with 0.30 kilogram of water at 50 degree centigrade in a container, resulting temperature is 6.7 degree centigrade. അപ്പോൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ 0.15 കിലോഗ്രാം ഐസ് 0 ഡിഗ്രി സെന്റിഗ്രേഡിലാണ്. അത് എന്തായിട്ട് മിക്സ് ചെയ്തു? 50 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള 0.3 കിലോഗ്രാം വാട്ടർ ഇട്ട് മിക്സ് ചെയ്യുന്നു. അപ്പോൾ അതിന്റെ റിസൾട്ടിങ് ടെമ്പറേച്ചർ എത്രയായി? കാൽക്കുലേറ്റ് ദ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ ഓഫ് ഐസ്. ഐസിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് തന്നിട്ടുണ്ട്. ഗിവൺ സ്പെസിഫിക് കപ്പാസിറ്റി ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. എത്രയാണ്? 4186. അത്രയും ജൂൾ പെർ കിലോഗ്രാം പെർ കെൽവിൻ ആണ്. ഇനി നമ്മൾ ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ മിക്സ് ചെയ്യുന്ന സമയത്ത് വാട്ടറിന് ഹീറ്റ് നഷ്ടപ്പെടുക ചെയ്യുന്നത്. അപ്പൊ ഹീറ്റ് ലോസ്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫോർമുല MW into SW into T1 minus T2 ആണ്. M എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വാട്ടർ ആണ്. SW എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് ഓഫ് വാട്ടർ ആണ്. T1 minus T2 പറഞ്ഞാൽ വാട്ടറിൽ ഏത് ചേഞ്ച് ടെമ്പറേച്ചറിൽ വന്നത്? 50 എത്രയായിട്ട് മാറി? 6.7 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് നോക്കാം മാസ് ഓഫ് വാട്ടർ എത്ര വരുന്നത്? ഇതാ വരുന്നത് 0.3 ആണ്. 0.3 ഇൻറ്റു പിന്നെ സ്പെസിഫിക് കപ്പാസിറ്റി 4186 ഇൻറ്റു 50 മൈനസ് 6.7. അപ്പൊ അത്രയും ജൂളാണ് നമുക്ക് ഏത് ഹീറ്റ് ലോസ്റ്റ് ബൈ വാട്ടർ കിട്ടിയത്. ഇനി അടുത്ത കേസിൽ ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസ് ആണ്. ഹീറ്റ് ഗെയിൻഡ് ബൈ ഐസിന് എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞാൽ ഐസ് നേരെ വാട്ടർ ആവാൻ വേണ്ടിയിട്ട് ലാറ്റന്റ് ഹീറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ MI into L വന്നത് പ്ലസ് MI into SW into T2 മൈനസ് TO. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ MI എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് ഐസ് ആണ് വരുന്നത്. മാസ് ഓഫ് ഐസ് എത്രയാണ്? 0.15 കിലോഗ്രാം ആണ് ഇൻറ്റു L. ഈ L ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പ്ലസ് മാസ് ഓഫ് ഐസ് ഇവിടെ വീണ്ടും എന്ത് വരുന്നു? 0.15 ഇൻറ്റു ഇവിടെ ഐസ് ആണ് വാട്ടർ ആയിട്ട് മാറുന്നതുകൊണ്ട് അതുകൊണ്ട് സ്പെസിഫിക് കപ്പാസിറ്റി അതിൻ്റെയാണ് എഴുതേണ്ടത് 4186 ഇൻറ്റു ഇനി അതിലുണ്ടാവുന്ന ടെമ്പറേച്ചർ ചേഞ്ച് ഇവിടെ എത്രയായിട്ടാണ് മാറുന്നത്? 0 ഡിഗ്രി സെന്റിഗ്രേഡ്
6.7 ആണ്. അപ്പൊ ടെമ്പറേച്ചർ ഡിഫറൻസ് പറഞ്ഞാൽ 6.7 മൈനസ് 0. അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇതാണ് 0.15 L പ്ലസ് 4206.83. ഇതിൽ നിന്ന് നമുക്ക് എല്ലിന്റെ വാല്യൂ ആണ് നമ്മൾ കാണേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹീറ്റ് ലോസ്റ്റ് ഇസിക്വൽ ടു ഹീറ്റ് ഗെയിൻ്റെ നമുക്കറിയാം. അപ്പൊ ആ ഇക്വേഷൻ എഴുതി, ഇക്വേഷനിൽ നിന്ന് നമ്മൾ എല്ലിന്റെ വാല്യൂ കാണുന്നു. 0.15 എല്ലിന്റെ വാല്യൂ നമുക്ക് കിട്ടി 5169.21. ഇതിൽ നിന്ന് L ഈക്വൽ ടു നമുക്ക് ഈ വാല്യൂ കിട്ടുന്നുണ്ട് 334461.4 ജൂൾ പെർ കിലോഗ്രാം.